എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. ഞായറാഴ്ച കൊണ്ട് ഇന്ന് താമസം എണ്ണീറ്റ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ആർക്കും എങ്ങും പോകുക എടുക്കൊന്നും വേണ്ടാത്തതുകൊണ്ട് താമസം എണ്ണീറ്റത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും കൂടെ വീഡിയോ ഒന്നിച്ചാണ് ഒന്നിച്ചാണ് ഇട്ടേക്കുന്നത്. എടുത്തത് രണ്ടായിട്ടാണ് ഇട്ടേക്കുന്നത്, ഒന്നിച്ചാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്പീഡിൽ ഇനി ഉണ്ടാക്കണം. അപ്പം ഇനി അടുക്കളയിലോട്ടൊക്കെ കയറാൻ തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ഞായറാഴ്ച ആയിക്കൊണ്ട് ഇന്ന് എല്ലാവരും എണീറ്റത് ഒരുപാട് താമസിച്ചാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി നേരം ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്നത്. പിന്നെ ചേട്ടൻ ഓട്ടം കൂടെ ഇല്ലെങ്കിൽ കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റും. ഇപ്പോൾ ഇന്ന് ഇച്ചിരി താമസിച്ചു, മഴയും കൂടെ ആയിക്കൊണ്ട് നല്ല സുഖമായിരുന്നു കുറച്ചും കൂടി കിടന്നുറങ്ങാനായിട്ട്. ഇനിയിപ്പോൾ കണ്ണന് ക്ലാസ് തുടങ്ങാൻ പോവാണ്. അന്നേരം പിന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. ഇഷ്ടം പോലെ വെളുപ്പിന് എണീറ്റേ പറ്റൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. ചേട്ടനും കണ്ണനും കൂടെ രാവിലെ ഇച്ചിരി ബീഫ് മേടിക്കാനായിട്ട് പോയി. ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചു. അച്ചു സവോളയൊക്കെ പൊളിച്ച് വെച്ച് ഇനിയിപ്പോൾ ചെടപടേന്നുള്ള ജോലിയായിരിക്കും. പ്രാവശ്യം എല്ലാം നനഞ്ഞ് അളിഞ്ഞ് പുളിഞ്ഞ് കിടക്കും. അങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല വെള്ളോട്ട്, അതുപോലെ പായലാണ്. അപ്പം നമുക്ക് നമ്മുടെ രാവിലത്തെ വീഡിയോ ഒക്കെ തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അവർ പോയിട്ട് വന്നു. നനയാതെ കുട നോർക്കത്തില്ലായിരുന്നു. ബീഫ് ഞുറുക്കിയാണ് മേടിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു കാളം പൂളമുള്ള ഒരു ഞുറുക്കലാണ് കണ്ടോ. അത് ഇനി ചെറിയ പീസാക്കി മുറിച്ച് എടുക്കാം നമുക്ക്. അതുപോലെയൊക്കെ ചിലത് നല്ലപോലെ മുറിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുക്കട്ടെ. ആ കൂടെ കുറച്ച് കരൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഇട്ട് കറി വെക്കാനായിട്ട് തുടങ്ങണം. കറിയോ റോസ്റ്റോ അങ്ങനെ എന്നതിലും. വെളിയിൽ നല്ല അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ബീഫും ചപ്പാത്തി. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യട്ടെ. ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയതിന് ശേഷം കണ്ണന് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം. അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതേച്ചൊക്കെ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ടേ കുറേ നാളെ അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി ഇനി ഇറങ്ങി കണ്ണൻ ഡ്രസ്സ് എടുക്കാൻ പോകണം. ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി വെച്ച് ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ കണ്ണന് ഇച്ചിരി ഡ്രസ്സൊക്കെ എടുക്കണം. നാളെയല്ല മറ്റന്നാളല്ലേ സ്കൂൾ തുറക്കുന്നേ. കണ്ണന് സ്കൂൾ തുറക്കുവാണ്. അപ്പം കണ്ണനുള്ള ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇനി വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം നേരെ പത്തനംതിട്ട. വേറെ ആർക്കും എടുക്കണ്ടെന്നവൻ പറഞ്ഞു കേട്ടോ ചേട്ടാ. അച്ഛനിപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പിന്നെ ഉള്ളതെന്ന് ഓർത്തുകൊണ്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല സെലക്ഷനുള്ളൊരു കടയാണ് കേട്ടോ. ഇഷ്ടം പോലെ സെലക്ഷനുണ്ട്. നല്ല തുണികളൊക്കെയാണ്. ഒരുപാട് റേറ്റും അങ്ങനെ തോന്നിയില്ല കേട്ടോ ഞാൻ കയറിയിട്ട്. അപ്പം അവിടെ ഞാൻ ചുമ്മാ രണ്ടൊന്ന് ടോപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അച്ഛനോട് ചോദിച്ചാൽ കിടക്കുന്ന ടോപ്പ് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവളൊന്നും കുഴപ്പമില്ല. അപ്പോൾ കാണാൻ ഡ്രസ്സ് മാറാനായിട്ട് കയറിയാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് കയറി വന്ന് അവൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ അച്ഛനും ഞങ്ങൾ കുറേ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ കുറേ ഡ്രസ്സ് അച്ഛനും എടുത്തു. 3 എണ്ണത്തോളം അച്ഛനും എടുത്തു കേട്ടോ. നല്ല സെലക്ഷനാണ് ഇവിടെ. ഞങ്ങൾ തുണി എടുത്തുകൊണ്ടൊക്കെ വീട്ടിൽ വന്നു കേട്ടോ. വന്നപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ കാണിക്കാതെ. ആർക്ക് തുണി എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ പോയത്? കണ്ണന്. പക്ഷേ എടുത്തേക്കുന്ന ആർക്കാണെന്നറിയാം ഏറ്റവും കൂടുതൽ? അച്ചുവിന്. എന്നാൽ അച്ചു ഇതൊന്ന് ഇട്ടുകൊണ്ട് വന്നേ നോക്കട്ടെ. അച്ചുവിനാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. 3 ടോപ്പ് എടുത്ത്. കണ്ണന് ജീൻസ്. ഇതിനകത്ത് തന്നെ അവൻ്റെ ഷർട്ടാണോ? അവനെ ഷർട്ടെല്ലാം കൊണ്ട് അപ്പുറത്തിട്ടെന്ന് തോന്നുന്നല്ലേ. ഇത് ചേട്ടനൊരു ഷർട്ട് എടുത്താണ്. ചേട്ടനൊരു ഷർട്ട് എടുത്തു. കണ്ണന് ജീൻസ്, പിന്നെ 2 ഷർട്ടുണ്ടല്ലേ. കണ്ണൻ്റെ ഷർട്ട് എന്തിരി. ഇതെല്ലാം എൻ്റെ സെലക്ഷനാണേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ടോപ്പൊക്കെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല നല്ല ചെറിയ കല്ലും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ്. ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഒരു ടോപ്പ്. പ്രാവശ്യം കാണിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് പീസൊക്കെ ആണെങ്കിൽ നല്ല 2 ഡബിൾ ഇതൊക്കെ ഒന്ന് ഇതുണ്ട്. ഇവിടെ ഒരു 100 വെച്ച് പാവാട പോലെയാണ് തോന്നുന്നത്. പക്ഷേങ്കിൽ ഇതായിട്ടുള്ളതാണ്. ഒരു ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതും നല്ല രസമുണ്ട്. നല്ലപോലെ ചേരുന്നുണ്ട്. നല്ല രസമുണ്ട്. അതിൻ്റെ ബാക്ക് പീസ് എന്ന് വെച്ച് ഇത് ഇങ്ങനെ ഇപ്പോഴത്തെ ഫാഷനാണ്. ഇങ്ങനെ ഞുറുവായിട്ടുള്ള നല്ല. ആർക്കെടുക്കാൻ പോയത് അച്ചു തുണി? എന്നിട്ട് ആർക്കാണ് എടുത്തത്? ഇവിടെ എന്നും പതിവ് ഇങ്ങനെ കേട്ടോ. എനിക്കെടുക്കാൻ പോയാലും ആർക്കെടുക്കാൻ പോയാലും ഇവള് കൂടെ ഉണ്ടെങ്കിൽ ഇവക്ക് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ ഇവക്കായിരിക്കും എടുത്തിരിക്കുന്നത്.
കണ്ണൻ ഇഷ്ടപ്പെട്ടെടുത്ത ഷർട്ടൊക്കെ ഇതാണ്. കണ്ണൻ ഇവിടെ ഇല്ല, കണ്ണൻ ജിമ്മിന് പോയേക്കുന്ന. ഇതാണ് കണ്ണൻ ഇഷ്ടപ്പെട്ടെടുത്ത 2 ഷർട്ടും പിന്നെ ഒരു ജീൻസുമാണ്. കണ്ണൻ ഇവർക്ക് പിന്നെ യൂണിഫോം ആയതുകൊണ്ട് ഒരുപാട് ഡ്രസ്സ് എടുക്കാതിരുന്ന കണ്ണന്. അച്ഛന് യൂണിഫോം അല്ല അല്ലേ എടുക്കാതിരുന്ന. അപ്പോൾ അച്ചു ഇതെല്ലാം എടുത്തുകൊണ്ട് വെച്ചേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. എല്ലാം കൊണ്ടുപോയി മടക്കി കൊണ്ടുപോയി റൂമിൽ കൊണ്ടുവയ്ക്കുക.